ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇന്ത്യസ് എക്സ്റ്റേണൽ റിലേഷൻ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഇന്ത്യയും ഒട്ടനേകം രാജ്യങ്ങളും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയാറുണ്ട് അല്ലേ. സോ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കുള്ളൊരു സെഷനാണ് ഇന്ത്യ ചൈന റിലേഷൻ. എങ്ങനെയാണ് ഇന്ത്യ ചൈന വാറിലേക്ക് എത്തിയിട്ടുള്ളതും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. നമ്മൾ ഇന്ത്യ ചൈന റിലേഷൻ നോക്കുന്ന സമയത്ത് തുടക്കത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. പിന്നീട് 1949 ചൈനീസ് റവല്യൂഷന് ശേഷം ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ അംഗീകരിച്ച ഒരു കൺട്രി കൂടിയാണ് ഇന്ത്യ. പക്ഷേ നമ്മുടെ പ്രൈം മിനിസ്റ്റർ നമ്മുടെ ജവഹർലാൽ നെഹ്റു ചൈനയുമായി എപ്പോഴും ഒരു കോർഡിയൽ റിലേഷൻഷിപ്പ് മാത്രമേ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ചൈനയ്ക്ക് എപ്പോഴും ഒരു വെസ്റ്റേൺ ഷെയ്ഡ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരുപാട് കാലത്തോളം വെസ്റ്റേണുകാരുടെ അണ്ടറിൽ ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ച് ജീവിച്ച ആളുകളാണ് അല്ലേ. നമ്മൾ ഒരുപാട് കോളനിവൽക്കരണം ഒക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ച ആളുകളാണ്. അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് ആ ഒരു ഷെയ്ഡ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ചൊന്ന് ഒരു അകലം മാനിച്ചിട്ടായിരുന്നു നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷനൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാലും 1954 ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന നമ്മുടെ ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രീമിയറായ സോ എൻലായും കൂടെ ഒരു എഗ്രിമെന്റ് ഒപ്പിടുകയുണ്ടായി. ഈ എഗ്രിമെന്റ് ആണ് പഞ്ചശീല തത്വങ്ങൾ അഥവാ പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത്. പഞ്ചശീല എഗ്രിമെന്റ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇത് പ്രകാരം രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഇൻറ്റഗ്രിറ്റീനെയും സുവേണിറ്റീനെയും റെസ്പെക്ട് ചെയ്യണം. മ്യൂച്വൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ആയുധങ്ങൾ എടുത്ത് യുദ്ധത്തിനായിട്ട് പുറപ്പെടാൻ പാടില്ല. നമ്മുടെ പഞ്ചശീല എഗ്രിമെന്റ് പ്രകാരം 5 പ്രിൻസിപ്പിളാണ് പറയുന്നത്. രണ്ടു കൂട്ടരും അവരുടെ അങ്ങോട്ടും, അതായത് ചൈന ഇന്ത്യയുടെയും ഇന്ത്യ ചൈനയുടെയും സൊവേണിറ്റീനെയും ഇൻറ്റഗ്രിറ്റീനെയും റെസ്പെക്ട് ചെയ്യണം. അതേപോലെ തന്നെ പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്, സമാധാനപരമായ സഹവർത്തിത്വം. രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഇന്റേണൽ അഫയേഴ്സിൽ കയറി ഇടപെടരുത്. ഒരു പോയിന്റ് ഓർമ്മ വെച്ചോ. അവിടെ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മളെ യുദ്ധത്തിലേക്ക് നമ്മൾ എത്തുന്നത്. പിന്നെ പറയുന്നത് എന്താ, മ്യൂച്വൽ നോൺ അഗ്രഷൻ, മ്യൂച്വലി ഇക്വിറ്റബിളി ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവരിങ്ങനെ പറഞ്ഞു വരുന്നത്. അങ്ങനെ ഈ ഒരു എഗ്രിമെന്റിന് ശേഷം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷേ ഇന്ത്യ ചൈന റിലേഷനിൽ വിള്ളലേൽക്കുന്ന 2 പ്രധാന സംഭവങ്ങൾ അവിടെ വരാൻ പോവാണ്. അതിലൊന്നാണ് നമ്മുടെ ടിബറ്റൻ പ്രോബ്ലം. എന്താണ് ടിബറ്റിൽ സംഭവിച്ചത്? നമ്മുടെ ഇന്ത്യയുടെയും ചൈനയുടെയും ഇടയിലുള്ള ഒരു കുട്ടി രാജ്യമാണ് ടിബറ്റ് എന്ന് പറയുന്നത്. തുടക്കം മുതലേ ചൈനക്കാർ ടിബറ്റിൽ നമുക്ക് അധികാരമുണ്ടെന്നും അവിടെ പിടിച്ചെടുക്കാനും ഒരുപാട് ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അവരിതാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇന്ത്യ ഓക്കെ അങ്ങനെ അവർ പറഞ്ഞോട്ടെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോയതായിരുന്നു. പിന്നീട് ഒരുപാട് ഇവർ നിർബന്ധം കാര്യങ്ങളും പിടിക്കുന്ന സമയത്ത് ഇന്ത്യ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുക, ടിബറ്റ് ചൈനയ്ക്ക് വിട്ടുകൊടുക്കുന്നു. പക്ഷേ ഇന്ത്യ ഒരു കാര്യം പറയുന്നുണ്ട്, ടിബറ്റ് പൂർണ്ണമായി നിങ്ങൾ എടുത്തോളൂ, പക്ഷേ ടിബറ്റിൽ ആഭ്യന്തര സ്വയംഭരണാവകാശം അവർക്ക് നൽകണം. ഇതുണ്ടോ ചൈന കേൾക്കാൻ വേണ്ടിയിട്ട്? ചൈന ആഭ്യന്തര സ്വയംഭരണാവകാശം നൽകിയില്ല. ജനങ്ങളെ പ്രക്ഷോഭം നടത്തുന്നു. ആ പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ചൈനീസ് ആർമി വരുന്നു. അങ്ങനെ നിവൃത്തിയില്ലാതെ അവിടുത്തെ സ്പിരിച്വൽ ലീഡറായ ദലൈലാമ ഇന്ത്യയിൽ അഭയം പ്രാപിക്കുകയാണ് ചെയ്തത്. ഇന്ത്യ ദലൈലാമനെ വിളിക്കുകയല്ല, ദലൈലാമ ഇന്ത്യയിൽ അഭയം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അത് ചൈനക്കാരെടുത്തത് എന്താണ്, അവരുടെ ഇന്റേണൽ അഫയേഴ്സിൽ കയറി ഇടപെട്ടു. പഞ്ചശീല എഗ്രിമെന്റ് പ്രകാരം അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റുള്ള രാജ്യത്തിന്റെ കാര്യങ്ങളിലൊന്നും ഇടപെടരുത്, എക്സ്പെഷ്യലി ഇന്റേണൽ അഫയേഴ്സിൽ ഇടപെടരുതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഇന്ത്യ ഇത് ഇടപെട്ടില്ലേ? ടിബറ്റ് ഇപ്പം പൂർണ്ണമായിട്ടും ചൈനയുടേതല്ലേ. ആക്ച്വലി ഇന്ത്യ ഇടപെടാൻ പാടില്ല എന്നായിരുന്നു ആര് പറഞ്ഞത്? ചൈന പറഞ്ഞത്. പക്ഷെ ഇവിടെ ഇന്ത്യയുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ല. കാരണം ടിബറ്റിലെ സ്പിരിച്വൽ ലീഡർ നമ്മുടെ ഇന്ത്യയിലേക്ക് അഭയം പ്രാപിച്ച് പോയതാണ്. അങ്ങനെ ഒരുപാട് ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം ഒരു പരിധി വരെ ആ പ്രശ്നം എന്ത് ചെയ്തു, അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. പിന്നീട് അടുത്ത പ്രശ്നം നടക്കുന്നു. പിന്നെ ഏതാണ് അടുത്ത പ്രശ്നം? അതിർത്തി തർക്കമാണ് പിന്നീട് അങ്ങോട്ട് നടക്കുന്നത്. ബോർഡർ ഇഷ്യൂസ് ആണ് നടക്കുന്നത്. തുടക്ക കാലഘട്ടം മുതലേ ബ്രിട്ടീഷുകാർ നമുക്ക് ഓൾറെഡി ഒരു വര വരച്ച് വെച്ചിട്ടുണ്ട്, നമ്മളെ ബൗണ്ടറി വരച്ചിട്ടുണ്ടല്ലോ. അപ്പം ഇതൊക്കെ തെറ്റാണ്, നമുക്ക് വീണ്ടും മാറ്റി വരയ്ക്കണമെന്ന് ചൈന എങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയും അവർ 2 പ്രദേശങ്ങൾ ക്ലെയിം ചെയ്തു, നമുക്കത് വേണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അതിലൊന്നാണ് അക്സായി ചിൻ എന്ന് പറയുന്ന ജമ്മു കാശ്മീരിലെ ഒരു ഭാഗം, അതേപോലെ അരുണാചൽ പ്രദേശിന്റെ നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ ഏജൻസി. ഈ 2 ഭാഗവും നമുക്ക് വേണമെന്ന് ഇവർ തുടക്കം മുതലേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഇവരെന്താ ചെയ്തത്, അങ്ങോട്ട് റോഡ് ഉണ്ടാക്കാൻ തുടങ്ങി. ഈ റോഡ് ഉണ്ടാക്കാൻ തുടങ്ങിയതോടെ ഭയങ്കര പ്രശ്നമായി. ഇന്ത്യയും ചൈനയും പലതരത്തിൽ ഡിസ്കഷനൊക്കെ ഏർപ്പെട്ടു. ഇഷ്യൂസൊക്കെ ഒന്ന് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ ഇന്ത്യ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്, പ്രത്യേകിച്ച് ഒരു പ്രശ്നങ്ങളൊന്നും പൊട്ടിപ്പുറപ്പെടില്ല എന്നാണ്. ഇന്ത്യ ഒരിക്കലും ഓർക്കാതിരുന്ന സമയത്ത്, ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാതിരുന്ന സമയത്ത്
1962 ഒരു നമുക്കൊരു സൂചന പോലും നൽകാതെ ചൈനീസ് ആർമി ഇന്ത്യനെ ആക്രമിക്കുന്നു. ഓഫ് കോഴ്സ് ഇന്ത്യക്ക് അറിയില്ല ചൈനക്കാരെ നമ്മൾ ആക്രമിക്കും, നമ്മളെ പഞ്ചശീല എഗ്രിമെന്റ് പ്രകാരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധമൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ യാതൊരു തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ടായിരുന്നില്ല. ആ യുദ്ധത്തിൽ ഇന്ത്യ അമ്പേ പരാജയപ്പെട്ടു. ഇന്ത്യ പരാജയപ്പെട്ടെടുത്ത് നിന്ന് ഒരുപാട് മാറ്റങ്ങൾ അങ്ങോട്ട് വരികയാണ് ചെയ്യുന്നത്. അതിൻ്റെ കോൺസിക്വൻസ് എന്ന് പറയുന്നത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റുന്നുണ്ടായില്ല. അത്രയും വൻ രീതിയിൽ ഇന്ത്യയുടെ പേര് നഷ്ടപ്പെടാൻ തുടങ്ങി. അതായത് ഇന്ത്യയുടെ രാജ്യത്തിനകത്തും പുറത്തുമൊക്കെ എല്ലാവരും ഇന്ത്യനെ ക്രിട്ടിസൈസ് ചെയ്യാൻ തുടങ്ങി. ഇതാണോ നിങ്ങളുടെ ഫോറിൻ പോളിസി? നെഹ്റുവിനോട് ചോദിക്കാം, നിങ്ങൾ ഫോറിൻ പോളിസിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞില്ല, ഇതാണോ നിങ്ങളുടെ ഫോറിൻ പോളിസി തന്നെ? നെഹ്റുവിനെ കളിയാക്കാൻ തുടങ്ങുന്നു. ഗവൺമെൻറ്റിനെതിരെ ആദ്യമായിട്ട് അവിശ്വാസ പ്രമേയം പാസ്സാക്കുന്നു. ഇതിന് ശേഷം നടന്ന ലോക്സഭാ ഇലക്ഷനിൽ കോൺഗ്രസിന് ഒരുപാട് സ്ഥലത്ത് സീറ്റ് നഷ്ടപ്പെടുന്നു. നമ്മളെ മിലിറ്ററിയിലുണ്ടായിരുന്ന ഓഫീസേഴ്സൊക്കെ ഒട്ടുമിക്ക ആളുകളും റിസൈൻ ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ അന്നത്തെ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്ന VK കൃഷ്ണമേനോൻ റിസൈൻ ചെയ്തു പോവുകയാണ്. അങ്ങനെ രാജ്യത്തിനകത്തും പുറത്തും വളരെ മോശപ്പെട്ട രീതിയിലേക്കായിരുന്നു ഈ ഒരു യുദ്ധം എത്തിയിട്ടുണ്ടായിരുന്നത്. പല ആളുകളും നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യനെ ക്രിട്ടിസൈസ് ചെയ്തു, ഇന്ത്യയുടെ ഫോറിൻ പോളിസിയെ ക്രിട്ടിസൈസ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു. അതിനുശേഷം നമുക്ക് വലിയ രീതിയിൽ നാഷണലിസം അങ്ങോട്ട് വരികയാണ് ചെയ്യുന്നത്. എന്ത് വന്നാലും ചൈനയെ തകർക്കണം എന്നുള്ള ലക്ഷ്യമല്ല, പക്ഷെ നമ്മൾ ഒരുമിച്ച് നിൽക്കണം. ഒരിക്കലും ഇന്ത്യനെ ഇത്തരത്തിലുള്ള ഒരു പേര് നമുക്ക് ഉണ്ടാവാൻ പാടില്ല, മോശമായിട്ടുള്ള ഒരു പേര് ഉണ്ടാവാൻ പാടില്ല എന്നുള്ള രീതിയിൽ നമ്മൾ നാഷണലിസം കാര്യങ്ങളും വൻ രീതിയിൽ നമ്മൾ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാൻ തുടങ്ങി. ആ ഒരു രീതിയിലേക്കാണ് പിന്നീട് അങ്ങോട്ട് ഇന്ത്യ മാറുന്നത്. അപ്പം ഇന്ത്യ ചൈന റിലേഷനെ കുറിച്ച് നമ്മൾ നോക്കി, എങ്ങനെയാണ് ഒരു യുദ്ധത്തിലേക്ക് എത്തിയതെന്ന് നോക്കി. ഇന്ത്യ ചൈന റിലേഷൻ മാത്രമല്ല നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്, ഇനി ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്ത്യ ബംഗ്ലാദേശ് വാർ, ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം നമ്മുടെ യുവ ബാച്ചിൽ അടിപൊളിയായിട്ട് ക്ലാസ്സുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെ അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ മക്കൾ വേഗം അഡ്മിഷൻ എടുക്കുക. അഡ്മിഷൻ എടുക്കേണ്ട കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഈ ചാപ്റ്ററിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ യുവ ബാച്ചിൽ കാണാം. ഓക്കെ.